നമസ്കാരം. STV ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കുന്നംകുളം കസ്റ്റഡി മർദ്ദനം പ്രതികളെ സംരക്ഷിക്കുന്ന നിലപാടാണ് ആഭ്യന്തര വകുപ്പ് സ്വീകരിച്ചതെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്. കേസിലെ പ്രതികൾ പോലീസ് സേനയിൽ അംഗങ്ങളായിരിക്കാൻ യോഗ്യരല്ലെന്നും ഇവരെ സർവീസിൽ നിന്നും പിരിച്ചുവിടണമെന്നും സണ്ണി ജോസഫ്. മർദ്ദനത്തിനിരയായ സുർജിത്തിന് പിന്തുണയുമായി കേരളത്തിലെ മുഴുവൻ പോലീസ് സ്റ്റേഷനുകൾക്ക് മുന്നിലും സെപ്റ്റംബർ 10 പ്രതിഷേധ സംഘം സംഘടിപ്പിക്കുമെന്നും KPCC പ്രസിഡന്റ്. കോൺഗ്രസ് പുറത്താക്കുകയും CPM സ്വീകരിക്കുകയും ചെയ്ത മണ്ണാർക്കാട് തച്ചമ്പാറ മുഹമ്മദ് റിയാസിനെതിരെ പീഡന പരാതിയുമായി തച്ചമ്പാറ സ്വദേശിനി M. സെബിറ. ജോലി വാഗ്ദാനം ചെയ്തും അല്ലാതെയും മാനസികമായും ശാരീരികമായും പീഡിപ്പിച്ചെന്ന് പരാതി. CPM മുഹമ്മദ് റിയാസിനെ സംരക്ഷിച്ചത് സ്ത്രീത്വത്തോടുള്ള വെല്ലുവിളിയാണെന്നും M. സെബിറ. തൃശൂരിൽ കണക്കിൽപ്പെടാത്ത പണവും മദ്യവുമായി എക്സൈസ് ഇൻസ്പെക്ടർ വിജിലൻസിന്റെ പിടിയിൽ. ബാറുകളിൽ നിന്ന് പണപ്പിരിവ് നടത്തിയ എക്സൈസ് ഇൻസ്പെക്ടറാണ് പിടിയിലായത് ഇരിങ്ങാലക്കുട എക്സൈസ് ഇൻസ്പെക്ടർ N. ശങ്കർ. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. കുന്നംകുളം കസ്റ്റഡി മർദ്ദനം പ്രതികളെ സംരക്ഷിക്കുന്ന നിലപാടാണ് ആഭ്യന്തര വകുപ്പ് സ്വീകരിച്ചതെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്. കേസിലെ പ്രതികൾ പോലീസ് സേനയിൽ അംഗങ്ങളായിരിക്കാൻ യോഗ്യരല്ലെന്നും സർവീസിൽ നിന്നും പിരിച്ചുവിടണമെന്നും സണ്ണി ജോസഫ് പറഞ്ഞു. നീതിക്കും ധർമ്മത്തിനും വേണ്ടി പോരാടുന്ന സുർജിത്തിന് പിന്തുണയുമായി സെപ്റ്റംബർ 10 കേരളത്തിലെ മുഴുവൻ പോലീസ് സ്റ്റേഷനുകൾക്ക് മുന്നിലും പ്രതിഷേധ സംഗമം സംഘടിപ്പിക്കുമെന്നും KPCC പ്രസിഡന്റ് തൃശൂരിൽ അറിയിച്ചു. സ്വകാര്യ അന്യായവുമായി കോടതിയെ സമീപിക്കാൻ സുജിത്ത് നിർബന്ധിതമാകുകയായിരുന്നു. കോടതി നോട്ടീസ് ലഭിച്ചിട്ടും കുന്നംകുളം ACP 1 വർഷം കോടതിയിൽ ഹാജരാകാതിരുന്നു. കോടതി SPക്ക് നോട്ടീസ് അയച്ചതോടെയാണ് ACP കോടതിയിലെത്തിയത്. കേസിലെ പ്രതികൾ പോലീസിൽ സേനയിൽ അംഗങ്ങളായിരിക്കാൻ യോഗ്യരല്ല, ഇവരെ സർവീസിൽ നിന്നും പിരിച്ചുവിടണം. സുജിത്തിന് നേരിട്ട ശാരീരിക മാനസിക പീഡനങ്ങൾക്ക് സർക്കാരാണ് ഉത്തരവാദി. അർഹമായ നഷ്ടപരിഹാരം സുജിത്തിന് നൽകാൻ സർക്കാരിന് ബാധ്യതയുണ്ട്. നീതിക്കും ധർമ്മത്തിനും വേണ്ടി പോരാടുന്ന സുജിത്തിന് പിന്തുണ പ്രഖ്യാപിക്കുന്നു. മുഖ്യമന്ത്രിയുടെ നിലപാട് പ്രതികളെ പ്രോത്സാഹിപ്പിക്കുന്ന നിലപാടാണ്. സെപ്റ്റംബർ 10 കേരളത്തിലെ മുഴുവൻ പോലീസ് സ്റ്റേഷനുകൾക്ക് മുന്നിലും ജനകീയ പ്രതിഷേധ സംഗമവും നടത്തുമെന്നും DCC നേരത്തെ തീരുമാനിച്ച സമരപരിപാടികളും ഇതിനോടൊപ്പം നടക്കുമെന്നും സുജിത്തിന്റെ കേസിൽ എന്ത് നടപടി സ്വീകരിച്ചു എന്ന് DIG പൊതുജനങ്ങൾക്ക് മറുപടി നൽകണമെന്നും സണ്ണി ജോസഫ് ആവശ്യപ്പെട്ടു. പോലീസിന്റെ ഉത്തരവാദിത്വം പൗരന്റെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുന്ന നിയമപരിപാലനമാണ് പോലീസിന്റെ ഉത്തരവാദിത്വമെങ്കിൽ നിയമവാഴ്ച റൂൾ ഓഫ് ലോ അംഗീകരിക്കുന്ന മുഴുവൻ ആളുകളുടെയും പിന്തുണ ഇക്കാര്യത്തിൽ ഞങ്ങൾക്കുണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ജനകീയവൽക്കരിക്കുന്നതാണെങ്കിൽ അംഗീകരിക്കാം. അവിടെയാണ് ഞാൻ മുഖ്യമന്ത്രി പറഞ്ഞത് പയ്യന്നൂരിലെ സംഭവം രക്ഷാപ്രവർത്തനമാണെന്ന്. മുഖ്യമന്ത്രിയാണ് ജനകീയവൽക്കരിക്കുന്നത്, ഞങ്ങൾ ജനവൽക്കരിക്കുന്നില്ല. ഇതിൽ 4 പേരെന്നാണ് ഇപ്പോൾ കേസിൽ പറഞ്ഞേക്കുന്നത്. 5ാമത്തെ പേര് നിങ്ങളാണ് പറഞ്ഞത്. 62,000 പേരെ പ്രതികളാക്കാൻ ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ദോസ് ഹു ആർ അക്യൂസ്ഡ്, ദോസ് ഹു ആർ റെസ്പോൺസിബിൾ, അവരുടെ പേര് നടപടിയെടുക്കുന്നത് ഞങ്ങൾ പറഞ്ഞത്. ഹരിശങ്കർ DIGയുടെ നിലവാരത്തിലേക്ക് ഉയരണമെന്നും കുറ്റങ്ങളുടെ ആനുപാതികമായിട്ടുള്ള ശിക്ഷാ നടപടി നടപ്പിലാക്കണമെന്നും തൃശ്ശൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവേ സണ്ണി ജോസഫ് കൂട്ടിച്ചേർത്തു. ന്യൂസ് ബ്യൂറോ, തൃശ്ശൂർ. കോൺഗ്രസ് പുറത്താക്കുകയും CPM സ്വീകരിക്കുകയും ചെയ്ത മണ്ണാർക്കാട് തച്ചമ്പാറ മുഹമ്മദ് റിയാസിനെതിരെ പീഡന പരാതിയുമായി തച്ചമ്പാറ സ്വദേശിനി M. സെബിറ. ജോലി വാഗ്ദാനം ചെയ്തും അല്ലാതെയും ശാരീരികമായും മാനസികമായും പീഡിപ്പിച്ചെന്നാണ് ഇവരുടെ പരാതി. CPM മുഹമ്മദ് റിയാസിനെ സംരക്ഷിച്ചത് സ്ത്രീത്വത്തോടുള്ള വെല്ലുവിളിയാണെന്നും സെബിറ പാലക്കാട് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ജോലി ലഭിക്കാതെ വന്നതിനെ തുടർന്ന് ചോദിച്ചപ്പോഴായിരുന്നു പീഡനം. പിന്നീട് തനിക്കും കുടുംബത്തിനും നേരെ വധഭീഷണി മുഴക്കി. പൊതുജനങ്ങൾക്ക് മുൻപിൽ റോഡിൽ നിർത്തിയിട്ടും അപമാനിച്ചു. മുഹമ്മദ് റിയാസിനെതിരെ കല്ലടിക്കോട് പോലീസിലും മണ്ണാർക്കാട് DYSPക്കും ഇത് സംബന്ധിച്ച പരാതി നൽകിയിട്ടുണ്ട്. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റായിരുന്ന മുഹമ്മദ് റിയാസിനെതിരെ DCC പ്രസിഡന്റ് A. തങ്കപ്പൻ, MP VK ശ്രീകണ്ഠൻ, MP ഷാഫി പറമ്പിൽ, തുളസി ടീച്ചർ എന്നിവർക്ക് പരാതി നൽകി. കോൺഗ്രസിൽ നിന്നുള്ള നടപടി വൈകിയപ്പോഴാണ് നീതി ലഭിക്കാൻ കൂടെ നിൽക്കാമെന്ന് CPM ഏറ്റത്. CPM നേതാവായ രാജൻ മാസ്റ്റർ തൻ്റെ സഹോദരനെ ബന്ധപ്പെട്ട് FIR കോപ്പി വാങ്ങി സംരക്ഷിക്കാമെന്നേറ്റു. എന്നാൽ മുഹമ്മദ് റിയാസിനെയാണ് CPM സംരക്ഷിച്ചത്. ഇതിനെതിരെ മുഖ്യമന്ത്രിക്കുൾപ്പെടെ പരാതി നൽകി മുന്നോട്ട് പോകുമെന്നും സെബിറ പറഞ്ഞു. അവര് ഇതിൽ തയ്യാറായിരുന്നെങ്കിൽ ഞങ്ങൾ നിന്റെ കൂടെ നിൽക്കാന്ന് പറഞ്ഞിട്ട് എൻ്റെ FIRന്റെ കോപ്പി എൻ്റെ കൈവശം വാങ്ങിയിട്ട് അവര് എൻ്റെ നിന്ന് വാങ്ങിക്കൊണ്ടുപോയി. എന്നിട്ട് DCC ഓഫീസിൽ പിന്നെ ഞാൻ ആത്മഹത്യ വരെ ചെയ്യും, പിന്നെ നിരാഹാര പത്രസമ്മേളനം നടത്തുകയും ചെയ്യും പറഞ്ഞപ്പോൾ പെട്ടെന്നാണ് റിയാസിന്റെ മണ്ഡലം സ്ഥാനം ഇവനെ രാജീവ് പുറത്താക്കിയത്. അപ്പോൾ അങ്ങനെ എന്താ കാട്ടി CPM രാജൻ മാസ്റ്റർ എൻ്റെ FIRന്റെ കോപ്പി വെച്ചിട്ട് ഇവനെ പാർട്ടിയിൽ സ്വീകരിക്കുകയും
പിന്നെ എനിക്ക് മോശമായിട്ട് എന്നെ പറയുകയും ചെയ്യുണ്ടായി. റിയാസിന്റെ അയൽവാസി ആലിസും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ പത്തിരിപ്പാല. ന്യൂസ് ബ്യൂറോ പാലക്കാട്. തൃശ്ശൂരിൽ കണക്കിൽപ്പെടാത്ത പണവും മദ്യവുമായി എക്സൈസ് ഇൻസ്പെക്ടർ വിജിലൻസിൻ്റെ പിടിയിൽ. ബാറുകളിൽ നിന്ന് പണപ്പിരിവ് നടത്തിയ എക്സൈസ് ഇൻസ്പെക്ടറാണ് പിടിയിലായത്. ഇരിങ്ങാലക്കുട എക്സൈസ് ഇൻസ്പെക്ടറാണ് കേസുമായി ബന്ധപ്പെട്ട് പിടിയിലായിരിക്കുന്നത്. വിജിലൻസ് ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനയിൽ 50,000 രൂപയും 7 കുപ്പി മദ്യവും ഇയാളുടെ വാഹനത്തിൽ നിന്ന് പിടികൂടി. ലീവിന് നാട്ടിലേക്ക് പോകുമ്പോൾ ബാറുകളിൽ നിന്ന് പണപ്പിരിവ് നടത്തുന്നത് പതിവായിരുന്നു. രഹസ്യവിവരത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ഇയാൾ പിടിയിലായത്. തൃശൂർ ചിറങ്കരയിൽ വെച്ചാണ് പരിശോധന നടത്തിയത്. ന്യൂസ് ബ്യൂറോ തൃശൂർ. കല്ലേക്കട വീട്ടിൽ നിന്നും സ്ഫോടക വസ്തു പിടികൂടിയ സംഭവത്തിൽ വീട്ടുടമ ഉൾപ്പെടെ 3 പേർ റിമാൻഡിൽ. വീട്ടുടമ സുരേഷ്, നൌഷാദ് കല്ലേക്കാട്, പൂളക്കാട് ഫാസിൽ എന്നിവരാണ് റിമാൻഡിൽ ആയത്. മൂത്താന്തറ വ്യാസവിദ്യാലയത്തിൽ സ്ഫോടക വസ്തു പൊട്ടിത്തെറിച്ച വിദ്യാർത്ഥിക്ക് പരിക്കേറ്റ സംഭവത്തെ തുടർന്ന് നടത്തിയ റെയ്ഡിലാണ് സുരേഷിൻ്റെ വീട്ടിൽ നിന്നും സ്ഫോടക വസ്തുക്കൾ നേരത്തെ കണ്ടെത്തിയത്. ഷൊർണൂരിൽ ട്രാഫിക് പോലീസുകാരനെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. പട്ടാമ്പി ട്രാഫിക് എൻഫോഴ്സ്മെൻറ്റ് യൂണിറ്റിലെ സിവിൽ പോലീസ് ഓഫീസർ എസ് അർജുനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഷൊർണൂർ ബസ് സ്റ്റാൻഡിന് സമീപത്തുള്ള സ്വകാര്യ കെട്ടിടത്തിന് താഴെയാണ് വ്യാഴാഴ്ച രാവിലെ 7 മണിയോടെ മൃതദേഹം കണ്ടത്. പാലക്കാട് കൊടുന്തിരിപ്പള്ളി സ്വദേശിയാണ് അർജുൻ. ഷൊർണൂർ പോലീസ് ക്വാർട്ടേഴ്സിലാണ് ഇയാൾ താമസിച്ചു വരുന്നത്. 36 വയസ്സായിരുന്നു. ഉന്നത പോലീസ് സ്ഥലത്തെത്തിയിരുന്നു. ഫോറൻസിക് വിഭാഗവും വിരൽ അടയാള വിദഗ്ധരും പരിശോധന നടത്തി. അതേസമയം മുറിവോ ചതവോ ഒന്നും കണ്ടെത്താനായില്ല. തൃശൂർ മെഡിക്കൽ കോളേജിലെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വൈകിട്ടോടെ മൃതദേഹം പട്ടാമ്പി പോലീസ് സ്റ്റേഷനിലെത്തിച്ച് പൊതുദർശനത്തിന് വയ്ക്കുകയും ചെയ്തു. കോട്ടായി ഗ്രാമപഞ്ചായത്ത് ഷോപ്പിംഗ് കോംപ്ലക്സിലെ ചോർച്ച, വൈദ്യുതി ഉപകരണങ്ങളിൽ വെള്ളം നനഞ്ഞ് വിധവയുടെ കട കത്തിനശിച്ചു. അതേസമയം കെട്ടിടം ചോർന്നതല്ല, ഷോർട്ട് സർക്യൂട്ടാണ് കാരണമെന്നും സർവീസ് വയറിലൂടെ വെള്ളം ഒഴുകി മെയിൻ സ്വിച്ച് നനഞ്ഞതാണ് ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായതെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ സതീഷും പ്രതികരിച്ചു. കാലപ്പഴക്കത്താൽ കോൺക്രീറ്റ് കെട്ടിടം ദ്രവിച്ച് പഞ്ചായത്ത് ഷോപ്പിംഗ് കോംപ്ലക്സ് ചോർന്നൊലിച്ച് വെള്ളം നനഞ്ഞ് വൈദ്യുത ഷോർട്ട് സർക്യൂട്ട് കാരണം വിധവയായ വീട്ടമ്മയുടെ കട കത്തിനശിച്ചു. വ്യാപക നാശനഷ്ടം സംഭവിച്ചതായി പരാതി. കോട്ടായി പഞ്ചായത്തിൻ്റെ 25 വർഷം പഴക്കമുള്ള കോൺക്രീറ്റ് ഷോപ്പിംഗ് കോംപ്ലക്സ് കെട്ടിടമാണ് ദ്രവിച്ചും തേപ്പടർന്നു വീണും ചോർന്നൊലിക്കുന്നത്. കോട്ടായി ചേന്നങ്കാട് 62 വയസ്സുള്ള വിധവയായ മാധവി നടത്തുന്ന ഫാൻസി സ്റ്റോറാണ് കഴിഞ്ഞ ദിവസം രാത്രി തീ പടർന്ന് കടയുടെ ഷട്ടറിനടിയിലൂടെ പുക ഉയരുന്നത് കണ്ട പരിസരവാസികളാണ് വിവരമറിയിച്ചത്. നാട്ടുകാരും കോട്ടായി പോലീസും ഓടിക്കൂടി കടമുറി തുറന്നപ്പോഴേക്കും കടയ്ക്കുള്ളിലെ ഭൂരിഭാഗം വസ്തുക്കളും കത്തിനശിച്ചിരുന്നു. ഫ്രിഡ്ജ്, അലമാരയിൽ സൂക്ഷിച്ച പണം ഉൾപ്പെടെയുള്ള ബാങ്കിന്റെ വിലപ്പെട്ട രേഖകൾ സഹിതം എല്ലാം കത്തി നശിച്ചതായും കടയുടമ മാധവി പറഞ്ഞു. സ്വിച്ച് ബോർഡിൻ്റെ അവിടെ ചോർച്ച ഉണ്ടായിരുന്നു, പക്ഷെ അതെനിക്ക് എന്ത് പറയണമെന്ന് അറിയില്ലായിരുന്നു. അലമാറിയും കുറേ ഒരു 50,000 ഉൾപ്പെടെ സാധനം കത്തി നഷ്ടപ്പെട്ടു. എനിക്ക് ജീവിതമാർഗമാണ്, എന്താ ചെയ്യുക ഇനി എന്നുള്ളത് എനിക്കൊന്നും അറിയില്ല. കറണ്ട് കണക്ഷൻ പെടുത്തിയോ? കറണ്ട് കണക്ഷൻ പെടുത്തി. പോലീസുകാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, പഞ്ചായത്തുകാരും ഇലക്ട്രിസിറ്റിക്കാരും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. കറണ്ട് കട്ട് ചെയ്തിറക്കി കഴിഞ്ഞപ്പോൾ അതും എന്താ ചെയ്യണമെന്ന് എനിക്കറിയില്ല. എപ്പോഴാണ് സംഭവം? വെള്ളിയാഴ്ച രാത്രി 10:30. എങ്ങനെയാ അറിഞ്ഞപ്പോൾ? അറിയാൻ പറഞ്ഞ തൊട്ട കടക്കാരൻ എന്താ സാധനം എടുക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. തൊട്ടീ റൂമിൽ പന്തൽ വാടകക്കാർ കാടയിൽ വന്നു. അപ്പം ഇങ്ങനെ ഒന്നായി സേട്ടൻ്റെ ഉള്ളിൽ കൂടി തീ കത്തുന്നത് കണ്ടു അയാൾ പറഞ്ഞു. അതേസമയം കെട്ടിടം ചോർന്നിട്ടല്ല തീപിടുത്തമുണ്ടായതെന്നും കെട്ടിടത്തിലേക്കുള്ള വൈദ്യുതി സർവീസ് വയറിലൂടെ വെള്ളം ഒഴുകി മെയിൻ സ്വിച്ച് നനഞ്ഞാണ് തീപിടിച്ചതെന്നും ബലക്ഷയം സംഭവിച്ച ഷോപ്പിംഗ് കോംപ്ലക്സ് കെട്ടിടം പൊളിച്ചു നീക്കാൻ ഭരണസമിതി തീരുമാനമെടുത്തിട്ടുണ്ടെന്നും കെട്ടിടം ഉപയോഗപ്രദമല്ലാത്തതിനാൽ ഫണ്ട് ചെലവഴിച്ച് അറ്റകുറ്റപ്പണി നടത്തുന്നത് പ്രായോഗികമല്ലെന്നും കെട്ടിടം പൊളിച്ചു നീക്കുന്നതുമായി ബന്ധപ്പെട്ട് കെട്ടിടത്തിലെ വാടകക്കാർക്ക് ഒഴിയാനായി നോട്ടീസ് നൽകുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് എ സതീഷ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ കോട്ടായി. ഉത്രാട ദിനത്തിലും തലേന്നും കനത്ത മഴ. തലയിൽ കൈവച്ച് വഴിയോര കച്ചവടക്കാർ. ഓണക്കച്ചവടത്തിൻ്റെ പ്രതീക്ഷ മഴ കെടുത്തിയതായി കച്ചവടക്കാർ പറയുന്നു. മാത്തൂരിൽ നിന്നുള്ളൊരു റിപ്പോർട്ടിലേക്ക്. ഉത്രാട ദിനത്തിലും തലേന്നും നിലയ്ക്കാതെ പെയ്ത കനത്ത മഴ ഓണവിപണിയുടെ നിറം കെടുത്തിയ ദുഃഖത്തിൽ തലയിൽ കൈവച്ച് വഴിയോര കച്ചവടക്കാർ. ഓണക്കച്ചവടത്തിൻ്റെ കാര്യമായ പ്രതീക്ഷയർപ്പിച്ച് വലിയ തുക മുടക്കി സാധനങ്ങൾ എത്തിച്ചെങ്കിലും തുടരെ പെയ്ത മഴ എല്ലാ പ്രതീക്ഷകളെയും കെടുത്തിക്കളഞ്ഞതായി വ്യാപാരികളുടെ ആക്ഷേപം. വഴിയോരങ്ങളിൽ നിരത്തിവെച്ച ചരക്കുകൾ നിലയ്ക്കാത്ത മഴ കാരണം നനയാതെ സൂക്ഷിക്കാൻ പാടുപെടുകയാണിവർ. പൂക്കച്ചവടക്കാർക്കാണ് ഏറെ നഷ്ടം. കിലോയ്ക്ക് 200 മുതൽ 300 രൂപ വരെ വിലയുള്ള പല ഇനം പൂക്കൾ കച്ചവടക്കാർ വ്യാപകമായി എത്തിച്ചെങ്കിലും 4-1 പോലും വിൽക്കാനായിട്ടില്ലെന്നാണ് വഴിയോര കച്ചവടക്കാർ പറയുന്നത്.
പൂക്കൾ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ പാതയോരത്ത് നിരത്തിയതും മഴ കാരണം മൂടി വെക്കേണ്ടി വരികയാണെന്നും മൂടിക്കെട്ടിയ കാലാവസ്ഥയിൽ ആളുകൾ പുറത്തിറങ്ങാൻ മടിക്കുകയാണെന്നും കച്ചവടക്കാർ പറയുന്നു. ഉത്രാട ദിനത്തിലെ എല്ലാ പ്രതീക്ഷകളും തകർന്നടിഞ്ഞ കച്ചവടക്കാർക്ക് ഇനിയുള്ള ഏക പ്രതീക്ഷ തിരുവോണ ദിനത്തിലാണ്. തിരുവോണ ദിവസത്തിലെങ്കിലും മഴ മാറി നിൽക്കണമെന്ന പ്രാർത്ഥനയിലാണ് വഴിവാണിഭക്കാർ. ന്യൂസ് ബ്യൂറോ, കോട്ടായി. ഓങ്ങല്ലൂർ 1 വില്ലേജ് ഓഫീസും സ്മാർട്ട് വില്ലേജ് ഓഫീസാകുന്നു. 45 ലക്ഷം രൂപ ചിലവഴിച്ചാണ് ഓങ്ങല്ലൂർ 1 സ്മാർട്ട് വില്ലേജ് ഓഫീസായി മാറ്റുന്നത്. ഇതോടുകൂടി പട്ടാമ്പി സമ്പൂർണ്ണ സ്മാർട്ട് വില്ലേജ് മണ്ഡലമായി മാറും. നേരത്തെ ഓങ്ങല്ലൂർ 2 വില്ലേജ് ഓഫീസ് സ്മാർട്ട് വില്ലേജ് ഓഫീസാക്കി മാറ്റിയിരുന്നു. ഓങ്ങല്ലൂർ പഞ്ചായത്തിലെ മരുതൂരിലാണ് നിലവിൽ 1 വില്ലേജ് ഓഫീസ് കെട്ടിടം പ്രവർത്തിച്ചിരുന്നത്. സ്മാർട്ട് വില്ലേജ് ഓഫീസ് പദ്ധതി പ്രകാരമാണ് ഓങ്ങല്ലൂർ 1 വില്ലേജ് ഓഫീസ് നവീകരിക്കുന്നത്. ഓങ്ങല്ലൂർ പഞ്ചായത്തിൽ 2 വില്ലേജ് ഓഫീസുകളാണ് പ്രവർത്തിക്കുന്നത്. ഇതിലൊന്ന് വാരണാകുറിശ്ശിയിൽ പ്രവർത്തിക്കുന്ന 2 വില്ലേജ് ഓഫീസ് നേരത്തെ സ്മാർട്ട് വില്ലേജ് ഓഫീസാക്കി മാറ്റിയിരുന്നു. 45 ലക്ഷം രൂപ ചിലവഴിച്ചാണ് 2 വില്ലേജ് ഓഫീസ് സ്മാർട്ട് വില്ലേജ് ഓഫീസാക്കി മാറ്റുന്നത്. പട്ടാമ്പി മണ്ഡലത്തിലെ 9 വില്ലേജ് ഓഫീസുകളിൽ 7 വില്ലേജ് ഓഫീസുകൾ സ്മാർട്ട് വില്ലേജ് ഓഫീസായി മാറിയിട്ടുണ്ട്. മരുതൂരിലെ 1 വില്ലേജ് ഓഫീസും പട്ടാമ്പി വില്ലേജ് ഓഫീസുമാണ് ഇനി മാറാനുള്ളത്. പട്ടാമ്പിയിൽ നിർമ്മിക്കുന്ന റവന്യൂ ടവറിൽ പട്ടാമ്പി വില്ലേജ് ഓഫീസും ഉൾപ്പെടുന്നതാണ്. ഓങ്ങല്ലൂർ 1 വില്ലേജ് ഓഫീസ് സ്മാർട്ടാകുന്നതോടുകൂടി പട്ടാമ്പി സമ്പൂർണ്ണ സ്മാർട്ട് വില്ലേജ് ഓഫീസ് മണ്ഡലമായി മാറും. നിർമ്മാണോദ്ഘാടനത്തിൻ്റെ ഭാഗമായി സംഘാടക സമിതിയും രൂപീകരിച്ചിട്ടുണ്ട്. നിലവിൽ പരിമിതിക്കുള്ളിൽ പ്രവർത്തിക്കുന്ന ഓങ്ങല്ലൂർ 1 വില്ലേജ് ഓഫീസ് സ്മാർട്ടാകുന്നതോടെ പൊതുജനങ്ങൾക്ക് മികച്ച സേവനം നൽകാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ. സ്മാർട്ട് വില്ലേജ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഓങ്ങല്ലൂർ 1 വില്ലേജ് ഓഫീസ് പട്ടാമ്പി ഷൊർണൂർ റോഡിൽ പോക്കുപടി ജംഗ്ഷനിലെ ഒരു സ്വകാര്യ കെട്ടിടത്തിലേക്ക് താൽക്കാലികമായി പ്രവർത്തനം മാറ്റിയിട്ടുണ്ട്. ന്യൂസ് സെൻറ്റർ, ഷൊർണൂർ. മകരക്കല്ലൂർ തെക്കുമുറി ഭരതക്കാട് വേലാഘോഷ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 100 കുടുംബങ്ങൾക്കുള്ള ഓണക്കിറ്റുകൾ വിതരണം ചെയ്തു. പ്രശസ്ത ഗിത്താറിസ്റ്റ് പ്രത്യൂസ് മാസ്റ്റർ വിതരണോദ്ഘാടനം നിർവഹിച്ചു. വാർഡംഗം രതീഷ് കുമാർ അധ്യക്ഷനായിരുന്നു. ആരോഗ്യവകുപ്പിൽ ജോലി ലഭിച്ച ശ്രീരാമനെ ചടങ്ങിൽ ഉപഹാരം നൽകി ആദരിച്ചു. ഷീജ, ശ്രീരാഗ്, BV പ്രജിത്ത്, ശരത് ബാബു, സംജു, പ്രവീൺ തുടങ്ങിയവർ സംസാരിച്ചു. ഇത് മുന്നോട്ട് പോകുന്നറിയാം, അത് അങ്ങനെ തന്നെ മുന്നോട്ട് പോകണം. രക്തദാനം, ഈ പറഞ്ഞ പോലെ എല്ലാ കാര്യവും വളരെ സീരിയസ് ആയിട്ട് തന്നെ ഒരു അജണ്ടയിൽ വെച്ച് അത് മുന്നോട്ട് കൊണ്ടുപോവുക. ഒരു കാര്യം നിങ്ങൾ ആലോചിച്ചാൽ മതി, പാലക്കാട് നിന്ന് തിരുവനന്തപുരത്തേക്ക് അമൃത എക്സ്പ്രസ് ഉണ്ട്, അറിയാമല്ലോ അല്ലേ, അമൃത ട്രെയിനുണ്ട്. അതിന് പോകുന്ന ആൾക്കാരുടെ ഡീറ്റെയിൽസ് ഒന്ന് എടുത്താൽ മതി. എത്ര പേര് RCCയിലേക്ക് പോകുന്നുണ്ട് എന്ന് വെറുതെ ഒരു ഡീറ്റെയിൽസ് എടുത്താൽ നമുക്കറിയാം ഇന്നത്തെ ലോകത്തിൻ്റെ, ഇന്നത്തെ നമ്മുടെ കേരളത്തിൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത് വളരെ നന്നായിട്ട് അറിയാം. കാരണം ഒരുപാട് ആളുകൾ ക്യാൻസർ ട്രീറ്റ്മെൻറ്റിനും കിഡ്നി ഫെയിലിയർ ആയിട്ടും പല ആവശ്യങ്ങൾക്കായിട്ട് എത്രയോ ആളുകളാണ് ആ ട്രെയിനിൽ ആശ്രയിച്ച് പോയിക്കൊണ്ടിരിക്കുന്നത്. വാണിയംകുളം ഗ്രാമപഞ്ചായത്തിലും ഓണാഘോഷം സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K. ഗംഗാധരൻ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ സംസ്ഥാനം മുൻകാലങ്ങളിൽ നമുക്ക് ചിലപ്പം നമ്മുടെയൊക്കെ പ്രായത്തിൽ പാണം വിറ്റും ഓണം ഉണ്ണണം എന്നൊരു പഴഞ്ചൊല്ലാണ് മലയാളികൾക്കുണ്ടാകുന്നത്. നമ്മുടെ ചെറുപ്പകാലത്ത് ഓണം വരിക എന്ന് പറഞ്ഞാൽ കുട്ടികളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ആഘോഷം വരുന്നതിനെ തുല്യമാണ്. കാരണം ഇപ്പം രാമായണ മാസം പേരിട്ട് വിളിക്കണം. അതുപോലെ തന്നെ നാലമ്പല യാത്രയ്ക്കൊക്കെ പോകാൻ തിരഞ്ഞെടുത്തിട്ടുള്ള മാസം കർക്കിടക മാസമാണ്. വൈസ് പ്രസിഡന്റ് P. ശ്രീലത അധ്യക്ഷത വഹിച്ചു. സ്ഥിരം സമിതി ചെയർപേഴ്സൺമാരായ P. ഹരിദാസ്, VP സിന്ധു, പഞ്ചായത്ത് അംഗങ്ങളായ VP പ്രകാശൻ, D. ശങ്കരനാരായണൻ, സുജിത് P. രാജ്, V. സിന്ധു, AP പ്രസാദ്, CDS ചെയർപേഴ്സൺ TR അംബിക, ICDS സൂപ്പർവൈസർ ഭയാന എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. തേനൂർ അത്താഴംപറ്റ ഭഗവതി ക്ഷേത്രത്തിൽ നടന്ന നിറപുത്തരി ഭക്തിസാന്ദ്രമായി. ക്ഷേത്രം മേൽശാന്തി ഞാറങ്ങോട്ട് മഠം രഘുനാഥ് ചടങ്ങിന് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. കുന്നംകുളം കസ്റ്റഡി മർദ്ദനം, പ്രതികളെ സംരക്ഷിക്കുന്ന നിലപാടാണ് ആഭ്യന്തര വകുപ്പ് സ്വീകരിച്ചതെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്. കേസിലെ പ്രതികൾ പോലീസ് സേനയിൽ അംഗങ്ങളായിരിക്കാൻ യോഗ്യരല്ലെന്നും ഇവരെ സർവീസിൽ നിന്നും പിരിച്ചുവിടണമെന്നും സണ്ണി ജോസഫ്. മർദ്ദനത്തിനിരയായ സുർജിത്തിന് പിന്തുണയുമായി കേരളത്തിലെ മുഴുവൻ പോലീസ് സ്റ്റേഷനുകൾക്ക് മുന്നിലും സെപ്റ്റംബർ 10 പ്രതിഷേധ സംഘം സംഘടിപ്പിക്കുമെന്നും KPCC പ്രസിഡന്റ്.
കോൺഗ്രസ് പുറത്താക്കുകയും CPM സ്വീകരിക്കുകയും ചെയ്ത മണ്ണാർക്കാട് തച്ചമ്പാറ മുഹമ്മദ് റിയാസിനെതിരെ പീഡന പരാതിയുമായി തച്ചമ്പാറ സ്വദേശിനി M. സെബിറ. ജോലി വാഗ്ദാനം ചെയ്തും അല്ലാതെയും മാനസികമായും ശാരീരികമായും പീഡിപ്പിച്ചെന്ന് പരാതി. CPM മുഹമ്മദ് റിയാസിനെ സംരക്ഷിച്ചത് സ്ത്രീത്വത്തോടുള്ള വെല്ലുവിളിയാണെന്നും M. സെബിറ. തൃശൂരിൽ കണക്കിൽപ്പെടാത്ത പണവും മദ്യവുമായി എക്സൈസ് ഇൻസ്പെക്ടർ വിജിലൻസിന്റെ പിടിയിൽ. ബാറുകളിൽ നിന്ന് പണപ്പിരിവ് നടത്തിയ എക്സൈസ് ഇൻസ്പെക്ടറാണ് പിടിയിലായത് ഇരിങ്ങാലക്കുട എക്സൈസ് ഇൻസ്പെക്ടർ N. ശങ്കർ. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.